ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ഉത്സവം കാണാൻ പോയാലോ? എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രത്തിലെ ഉത്സവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒറ്റശേഖരമംഗലം. പക്ഷേ കാട്ടാക്കട കഴിഞ്ഞതിന് ശേഷം ഒറ്റശേഖരമംഗലത്ത് മേജർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ 10ാം ദിവസം ഉത്സവമാണെന്ന്. ഇന്നാണ് നമ്മുടെ ഉത്സവം, എൻഡ് ഓഫ് ദ ഡേ. ഇന്ന് ഒരു ആറാട്ടുണ്ട്. ആറാട്ടെന്ന് വെച്ചാൽ ഒരു ഘോഷയാത്രയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് ആനയും പിന്നെ അവിടുത്തെ ഒരു വിഗ്രഹവും കറക്റ്റായിട്ട് പ്രതിഷ്ഠയും കൊണ്ട് നമ്മൾ മണ്ഡപത്തും കടവ് കുന്നിൽ ക്ഷേത്രത്തിലാണ് മെയിനായിട്ട് എൻഡ് ചെയ്യുന്നത്. ആദ്യം മണ്ഡപത്തും കടവ് എത്തിയതിന് ശേഷം താഴെ ഒരു കടവുണ്ട്. കടവിൽ നമ്മൾ പ്രതിഷ്ഠയും കൊണ്ടുപോയി അവിടെ കുറേ പൂജകളുണ്ട്. ആ പൂജയും കഴിഞ്ഞ് ഒരു ഘോഷയാത്രയായി മുകളിൽ കുന്നിൽ ക്ഷേത്രത്തിലെത്തുകയും അവിടെ വഴിപാടും പൂജയും കഴിഞ്ഞ് തിരിച്ച് എല്ലാവരുമായി ഒരു ഘോഷയാത്രയായി തിരിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തി അവിടുത്തെ പൂജയും വഴിപാടിന് ശേഷം കൊടിയിറക്കി. അങ്ങനെ 10 ദിവസത്തെ ഉത്സവത്തിൻ്റെ എൻഡ് ഓഫ് ദ ഡേ ആണിത്. നമുക്ക് മെയിനായിട്ടും 3 ആനകളാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഞങ്ങൾ കറക്റ്റ് ആനയെ കാണാനാണ് യഥാർത്ഥത്തിൽ ഉത്സവത്തിന് പോകാൻ തുടങ്ങിയത്. പോണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നതാണ്. പക്ഷേ പിന്നെ മനസ്സനുവദിക്കാതെ ഞങ്ങൾ ഇറങ്ങി. ഇങ്ങനെ ഇവരെല്ലാവരും നേരെ മുകളിൽ കുന്നൽ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അവിടെ ചെന്ന് കുറച്ച് പൂജയും വഴിപാടുകളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരു ഘോഷയാത്ര താഴെ തിരിച്ച് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ മണ്ഡപത്തിൻകടവ് ജംഗ്ഷനിൽ കുറച്ച് പ്രോഗ്രാമുണ്ട്. പാട്ടും ചെണ്ടമേളവും അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് കേട്ടോ. തൃശ്ശൂരുകാരുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. അതുപോലെ തന്നെ നമ്മുടെ ഒറ്റശേഖരമംഗലത്തിലുള്ളവരും കാട്ടാക്കടയിലെ എല്ലാ പരിസരത്തുള്ളവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണ് നമ്മുടെ ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്സവം. 10 ദിവസവും അതുപോലെയുള്ള ആൾത്തിരക്കാണ്. കാരണം ഈ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം വന്നു ചേരാൻ നോക്കും. 10 ദിവസവും പ്രോഗ്രാമുകളുണ്ട്. മിക്ക ദിവസവും ഇത്തവണ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് കുറേ ആൾക്കാർ നമ്മുടെ ഈ ഉത്സവം കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നേ. ഒരു പ്രത്യേക വൈബാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ആഘോഷിക്കുമ്പോഴേ കുറച്ച് പേരല്ല, ഒരുപാട് ആൾക്കാരാണ് ഒരുമിച്ച് ചേരുന്നത്. അവസാനം നമ്മുടെ ഘോഷയാത്ര തിരിച്ച് ക്ഷേത്രത്തിലെത്തുകയും അവിടുത്തെ പൂജകൾ കഴിഞ്ഞ് നമ്മുടെ കൊടി ഇറക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കൊടി ഇറക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതേപോലെ ഒരു ഉത്സവം കൂടണമെങ്കിൽ നമ്മൾ ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുക. അത്യാവശ്യം തിരക്കല്ല, നല്ല തിരക്കാണ് റോഡിലുള്ളത്. അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ വീട്ടിലെത്തത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ യു.